പ്രിയമുള്ളവരെ, ഈശോ തന്റെ പരസ്യ ജീവിതകാലത്ത് ചുങ്കക്കാരോടും പാപികളോടും സഹവസിക്കുകയും അവരോടൊത്ത് ഭക്ഷണം കഴിക്കുകയും അവരുമായി സംവദിക്കുകയും ചെയ്തിരുന്നു. പാപികളോടും സമൂഹത്തിൽ തിരസ്കൃതർ എന്ന് യൂതർ വിശ്വസിച്ചിരുന്ന ജനങ്ങളുമായിട്ട് ഈശോ അടുത്ത് ഇടപഴകുവാനും അവരുടെ ഇടയിൽ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള സദ്വാർത്ത സുവിശേഷം പ്രഘോഷിക്കുവാനും ഈശോ തയ്യാറായത്. ഇന്ന് മുടിയനായ പുത്രന്റെ ഉപമ, ഈ ഉപമയിൽ 3 കഥാപാത്രങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. സ്നേഹസമ്പന്നനായ പിതാവ്, ഇളയ മകൻ, ഭവനത്തിൽ പിതാവിനോടും ഇളയ മകനോടും ഒത്തുവസിക്കുന്ന മൂത്ത പുത്രൻ. ഇളയ മകൻ പിതാവിനോട് ആവശ്യപ്പെടുകയാണ്, എന്റെ ഓഹരി എനിക്ക് തരിക. അവൻ ആ ഓഹരിയും കൊണ്ട്, വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, അവൻ വിദൂരങ്ങളിലേക്ക് യാത്രയായി. തന്റെ പിതാവിന്റെയും ബന്ധുക്കളുടെയും സാന്നിധ്യമില്ലാത്ത ഒരു പ്രദേശത്തേക്ക് പോകുക, അവിടെ തന്നിഷ്ടമനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് അവന്റെ ഒരു മൗലിക അവകാശമായി അവൻ കണക്കാക്കുന്നു. തനിക്ക് കിട്ടിയ സമ്പത്ത് ദൂർത്തടിച്ച് നശിപ്പിച്ച് ജീവിതം ആസ്വദിക്കുവാനും അങ്ങനെ പുതിയൊരു സ്വാതന്ത്ര്യം നേടിയെടുക്കുവാനുമാണ് ഇളയ മകൻ സ്വപ്നം കണ്ടത്. അവന്റെ ജീവിതത്തിൽ അവൻ യാഥാർത്ഥ്യമാക്കുവാൻ ശ്രമിക്കുന്നത്. ഇവിടെ പിതാവിന്റെ സന്നിധിയിൽ വളരെ സുഭിക്ഷിതമായിട്ടാണ് ഇളയ മകൻ ജീവിച്ചിരുന്നത്. ആവശ്യത്തിന് വസ്ത്രം, പരിചാരകന്മാര്, നല്ല ഭക്ഷണം, എന്റർടൈൻമെന്റിനുള്ള ഓപ്ഷൻസ്, പിതാവിന്റെ സാമീപ്യം, ഒരു സുരക്ഷിതത്വ ബോധം വളരെ കുഞ്ഞിലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവന്റെ ഫ്യൂച്ചർ പിതാവിനോടൊത്തുള്ള ജീവിതത്തിലാണ് എന്ന് ബാക്കി എല്ലാവർക്കും മനസ്സിലാകും. പക്ഷേ ഇളയ പുത്രന് അതൊരു അസഹ്യതയായി അവൻ വിദൂരങ്ങളിലേക്ക് യാത്രയാകും. ഇവിടെ ഈ വിദൂരം എന്ന് പറയുന്നത് താൻ ജനിച്ചു വളർന്ന സംസ്കാരവും അവിടെ തനിക്ക് ലഭിക്കുന്ന ദൈവവുമായിട്ടുള്ള, സ്വർഗത്തിലുള്ള പിതാവുമായിട്ടുള്ള ആ അഭേദ്യമായ ഇടമുറിയാത്ത ബന്ധവുമാണ് ഇന്ന് നമ്മളെ ഓരോരുത്തരെയും നമ്മൾ ജനിച്ചു വളർന്ന വിശ്വാസ പാരമ്പര്യത്തിൽ നിന്ന്, കുടുംബത്തിൽ നിലനിരുന്ന മൂല്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഏത് ദിക്കിലേക്ക് പോയാലും, അമേരിക്കയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ മറ്റെവിടെ പോയാലും അത് ഒരു വിദൂരമായ സംസ്കാരമാണ്. ആ സംസ്കാരത്തിലേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ വിശ്വാസ സമൂഹത്തോട് ചേർന്ന് നിൽക്കാതെ ഒറ്റപ്പെട്ടുള്ള ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് എങ്കിൽ, അല്ലെ നമ്മുടെ മക്കൾ നയിക്കാൻ പോകുന്നത് എങ്കിൽ അവിടെ ഒരു അപകടം പതിയിരിക്കുന്നു. ധൂർത്തപുത്രന് സംഭവിച്ച അതേ അപകടം തന്നെ സംഭവിക്കും. സൂക്ഷിക്കുക. ധൂർത്തപുത്രനുണ്ടായ അപകടം എന്ന് പറയുന്നത് തന്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന നല്ല വാല്യൂസ് ഒന്നുമല്ല എന്ന് അവൻ കരുതുകയാണ്. അതുകൊണ്ടാണ് അവന് പുറപ്പെട്ടു പോകുവാനായിട്ട് പിതാവിന്റെ സന്നിധിയിൽ നിന്നും അകലേക്ക് പോകുവാനുള്ള ഒരു തോന്നലുണ്ടായത്. അനന്തരഫലം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്, അല്ലെ കഥയിൽ നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. അവൻ എൻഡപ്പ് ചെയ്തത് ഒരു പന്നിക്കൂട്ടിലാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ പന്നികൾ വസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നിഷിദ്ധമാണ്. യഹൂദ സംസ്കാരത്തിന് ഒരിക്കൽ പോലും ചിന്തിക്കുവാനോ അപ്രൂവ് ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ജോലിയല്ല അവന് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ തന്റെ പിതൃഭവനത്തില് അനേക ദാസന്മാരും ദാസിമാരോടുമൊത്ത് രാജപുത്രന് തുല്യമായ ജീവിതം നയിച്ചിരുന്ന രണ്ടാമത്തെ പുത്രൻ ഒരു പന്നിക്കൂടിൽ അധപ്പതിച്ചപ്പോൾ, അവിടെ എത്തപ്പെട്ടപ്പോൾ ഒരു സത്യം അവന് മനസ്സിലായി. നമ്മൾക്കും അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് പിതാവിന്റെ സംരക്ഷണം കൂടാതെ, പരിശുദ്ധ പിതാവ്, സ്വർഗത്തിലുള്ള പിതാവിന്റെ സംരക്ഷണം കൂടാതെ, നല്ല സംസ്കാരത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, നല്ല ജീവിത രീതികളെ തൃണവൽക്കരിച്ചുകൊണ്ട്, മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ പേരിലാണെങ്കിലും സുഖ സൗകര്യങ്ങളുടെ പേരിലാണെങ്കിലും കർത്താവിനെ കൂടാതെയുള്ള സ്വർഗരാജ്യം സമ്പാദിക്കാം, ജീവിതത്തിൽ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കാം എന്നുള്ള പ്രത്യാശയിൽ ആരെങ്കിലും പിതാവിന്റെ ഭവനത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ടെങ്കിൽ, ഇൻ എസൻസ് ദൈവത്തെ മറന്ന് സ്വന്തം രീതികളിൽ മാത്രം ആശ്രയിച്ച്, സ്വന്തം ബുദ്ധിയിൽ മാത്രം ആശ്രയിച്ച് പോയി
ജീവിതം അർപ്പിക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എൻഡപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ വൃത്തികെട്ട പന്നിക്കൂട് എന്ന് പറയുന്നത്. വൃത്തികെട്ടത് മാത്രമല്ല, അവിടെ എല്ലാ തരത്തിലുള്ള വിശപ്പും അവനെ കീഴടക്കുകയാണ്. അവൻ ഇപ്പോൾ അവന്റെ വിശപ്പടക്കാൻ ശ്രമിക്കുന്നത് ഈ നിന്ദ്യമൃഗമായി കരുതുന്ന പന്നിക്ക് കൊടുത്തിരിക്കുന്ന തവിടും അതുപോലുള്ള വസ്തുക്കളും കൊണ്ടാണ്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അതുപോലും അവൻ അനുഭവിക്കുവാൻ കൂടെയുള്ളവർ അവനെ അനുവദിക്കുന്നില്ല. അവൻ അവിടെയും ശാസനം ലഭിക്കുകയാണ്. ഇത് പൈശാചികമായ ഒരു പ്രലോഭനമാണ്. ഈശോ പറഞ്ഞിട്ടുണ്ട്, അവൻ വരുന്നത് കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ്. 30 വെള്ളിക്കാശ് സ്വപ്നം കണ്ട് ആ കാശുണ്ടാക്കുന്ന നന്മയിൽ ജീവിക്കാമെന്നാണ് യൂദാസ് മോഹിച്ചത്. പക്ഷേ ആ 30 വെള്ളിക്കാശ് എപ്പോൾ അവന്റെ കയ്യിലേക്ക് സ്വീകരിച്ചോ അതിലൂടെ കടന്നു വന്നത് പൈശാചികമായ ഒരു ചതിയുടെ ആയിരുന്നു. അത്രയും നേരം സ്വപ്നം കണ്ടിരുന്ന ആ നല്ല ജീവൻ, ദ മൊമെന്റ് ഹി റിസീവ്ഡ് ദ മണി, ആ പൈസ സ്വീകരിച്ചപ്പോൾ ആ പൈസയോടൊപ്പം അവന്റെ ഉള്ളിൽ പിശാചും കടന്നു വന്നു എന്നുള്ളതാണ്. ഈ പിശാച് കടന്നു വന്നു കഴിഞ്ഞാൽ ഉടനെ പറയുന്നത്, നശിച്ചു, നീ പാപിയാണ്, നിഷ്കളങ്ക രക്തത്തെ നീ ഒറ്റിക്കൊടുത്തു. അപ്പൊ പിശാചിന്റെ യഥാർത്ഥ സ്വഭാവം ഇതാണ്, പ്രലോഭിപ്പിക്കുക, പ്രലോഭനത്തിൽ വീണു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവനെ നശിപ്പിക്കുക എന്നുള്ളത്. ധൂർത്തവൃത്തനം സംഭവിച്ചത് അത് തന്നെയാണ്. അവൻ അവിടെ നരകിക്കുകയാണ്. ചുറ്റുമുള്ള ആൾക്കാർ മുഴുവൻ അവന് എഗനിസ്റ്റായി. ക്ഷാമം പൊട്ടിപ്പുറപ്പെടുന്നു. അവൻ നിൽക്കുന്ന സ്ഥലത്ത് എല്ലാവിധ ശാപങ്ങളും അടിഞ്ഞുകൂടുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? സർവശക്തനായ സ്നേഹനിധിയായ പിതാവിന്റെ സംരക്ഷണത്തിൽ നിന്നും പിതാവിന്റെ ഭവനത്തിൽ നിന്നും അത് ഉപേക്ഷിച്ചുകൊണ്ട് പിതാവിന്റെ സംരക്ഷണമില്ലാത്ത മേഖലകളിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് നമ്മൾക്കിത് സംഭവിക്കുന്നത്. അറിഞ്ഞുകൊള്ളുക, നിങ്ങൾക്ക് എന്നെ കൂടാതെ ഒന്നും ചെയ്യുക സാധ്യമല്ല. നിങ്ങളുടെ തലയിലെ തലമുടി ഇഴനാരു വരെ എണ്ണപ്പെട്ടിരിക്കുന്നു. അതിലൊന്ന് പൊഴിയുകയോ ഒന്ന് പുതിയതായിട്ട് വരികയോ ചെയ്യുമ്പോഴും ഞാൻ അറിയുന്നു. ഈ കഥയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കർത്താവ് ഈ ഉദ്ദേശിക്കുന്ന ഒരു സംഗതി, ഈ നിയമജ്ഞരെയും പരീശരെയും മത മേലധ്യക്ഷന്മാരെയും മൂത്ത പുത്രനോട് കർത്താവ് ഉപമിക്കുകയാണ്. എന്താണ് ഈ മൂത്ത പുത്രൻ? അവൻ പിതാവിനോട് പറയുകയാണ്, ഞാന് ഇക്കാലം അത്രയും നിനക്ക് അടിമപ്രവൃത്തി ചെയ്തിട്ട് ഒരു പ്രാവശ്യമെങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ഒന്ന് ഉല്ലസിക്കുവാൻ നീ എനിക്കൊരു ആട്ടിൻകുട്ടിയെ പോലും വിട്ടു തന്നിട്ടില്ല. ഈ ഒരു മനോഭാവം, അവൻ പറയുന്ന വാക്കിന്റെ, ഞാനിവിടെ അടിമപ്പണി ചെയ്യുകയായിരുന്നു. എക്സാക്ട്ലി ഇത് തന്നെയാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. മൂത്തപുത്രൻ പിതാവിനോട് പറയുന്നത് എപ്പോഴാണ്? തന്റെ രണ്ടാമത്തെ പുത്രൻ പിതാവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുമ്പോഴാണ്. തിരിച്ചു വരുമ്പോൾ വളരെ ദൂരത്ത് വെച്ച് തന്നെ പിതാവ് ഇവന്റെ വരവ് കാണുകയും അവനെ ചെന്ന് കെട്ടിപ്പിടിക്കുകയും അവന് പുതിയ വസ്ത്രങ്ങൾ കൊടുത്ത് പുതിയ ചെരുപ്പുകൾ അണിയിച്ച് വലിയ ആഘോഷം പ്രഖ്യാപിക്കുകയുമാണ് ചെയ്യുന്നത്. നിന്റെ അവകാശങ്ങളെല്ലാം നീ ദൂർത്തടിച്ച് നശിപ്പിച്ചു കഴിഞ്ഞാലും ഇന്ന് നിന്റെ കയ്യില് ദൈവപിതാവിന്റെ ഭവനത്തിന് യോജിക്കുന്ന യാതൊരു കൃപയും യാതൊരു സമാധാനവും യാതൊരു പ്രത്യാശയും ഇല്ലാത്ത അവസ്ഥയിൽ നീ പന്നിക്കൂട്ടങ്ങളുടെ ഇടയിൽ എഴയുന്നവനാണെങ്കിലും നിന്റെ ഉള്ളിൽ നിന്റെ പിതാവിന്റെ വാസസ്ഥലത്തിലേക്ക് കടന്നു വരുവാൻ നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നിന്നെ 2 കൈയോടും കൂട്ടി സ്വീകരിച്ച് നിന്റെ തിരിച്ചുവരവ് ആഘോഷമാക്കുവാൻ കാത്തിരിക്കുന്ന ഒരു സ്നേഹസമ്പന്നനായ പിതാവ് നിന്റെ മുകളിലുണ്ട് എന്നുള്ള വാസ്തവം ഈ യഹൂദ ജനതയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് ഈശോ തമ്പുരാൻ ഈ ഉപമ അവിടെ വ്യക്തമാക്കുന്നത്. പിതാവിന്റെ ഭവനത്തിൽ മൂത്തപുത്രൻ തെറ്റുകളൊന്നും ചെയ്യാതെ ജീവിച്ചിരുന്നുവെങ്കിലും അവന്റെ മനോഭാവം, അവന്റെ തൃഷ്ണ മുഴുവൻ പിതാവിനുണ്ടായിരുന്ന സ്വത്തുക്കളിൽ മാത്രമായിരുന്നു. അല്ലാതെ പിതാവിന്റെ മനോഭാവങ്ങളിലായിരുന്നില്ല. പിതാവ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മനോഭാവമായിരുന്നില്ല ആ മൂത്ത മകൻ വെച്ചു പുലർത്തിയിരുന്നത്. അതുകൊണ്ടാണ് അവൻ പിതാവിനോട് പറയുന്നത്, ഞാൻ അടിമപ്പണി ചെയ്യുകയാണ്. നോക്കുക, ഇളയ പുത്രൻ പന്നിക്കൂട്ടിൽ ചെന്നപ്പോഴാണ് അടിമയായി മാറുന്നത്. എന്നാൽ ഈ മൂത്തപുത്രൻ പിതാവിന്റെ ഭവനത്തിലായിരിക്കുമ്പോൾ തന്നെ അടിമത്തത്തിലാണ്. കാരണം അവന്റെ മനോഭാവം
പിതാവിന് യോജിച്ച സ്നേഹത്തിന് തീരുന്നതല്ല. നിയമങ്ങളിലൂടെ മാത്രം എല്ലാം ചെയ്യണമെന്ന് ബലം പിടിക്കുന്നു. നമുക്ക് ഈ അവസരത്തില് ദൈവ സ്നേഹത്തിന്റെ, പിതാവിന്റെ ഭവനത്തിലെ അനിയന്ത്രിതമായ, ഒരിക്കലും അസ്തമിക്കാത്ത ആ ദൈവസ്നേഹത്തിന്റെ വീതിയും ആഴവും എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ വേണം. എന്താണ് ദൈവത്തിന്റെ മനസ്സ്? ആ മനസ്സ് കണ്ടവൻ ആരാണ്? ആ മനസ്സ് കണ്ടവൻ ഈശോ മിശിഹ മാത്രമേ ഉള്ളൂ, പുത്രൻ തമ്പുരാൻ മാത്രമേ ഉള്ളൂ. അവൻ പറഞ്ഞ കാര്യങ്ങള് വിശ്വസിച്ചുകൊണ്ട്, അവനെ അനുസരിച്ചുകൊണ്ട്, അവനെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ദൈവിക ഭവനത്തിൽ പിതാവിന്റെ മനോഭാവം ഉള്ളവരായി മാറുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ധൂർത്തനായ പുത്രന്റെ ഉപമയിലൂടെ അല്ല, സ്നേഹത്തിന്റെ ധൂർത്ത് കാണിക്കുന്ന പിതാവിന്റെ ആ അനശ്വര സ്നേഹത്തിന്റെ, ആ സ്നേഹം നിർഗളിക്കുന്ന ഏതവസ്ഥയിലായിരുന്നാലും കർത്താവിലേക്ക് നോക്കുന്നവനെ ഇരു കൈകളോടും സ്വീകരിച്ച് കെട്ടിപ്പിടിച്ച് അവർ വസ്ത്രങ്ങൾ അണിയിച്ച് കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് വലിയ വിരുന്നൊരുക്കുന്ന ആ മഹാകാരുണ്യ സ്നേഹത്തിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പിതാവിന്റെ ഭവനത്തിൽ നിന്നെ ഉപേക്ഷിച്ചുകൊണ്ട്, നിന്റെ സ്നേഹത്തെ തൃണവൽക്കരിച്ചുകൊണ്ട്, ഞങ്ങളുടെ ഉള്ളിലെ പ്രലോഭനങ്ങളില്, തോന്നലുകളില് അതാണ് പരമസ്വാതന്ത്ര്യം എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ എക്സ്ട്രീമായി പോയ നിമിഷങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു. കർത്താവേ, ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ എത്തപ്പെട്ട പന്നിക്കുഴികളിലെ നികൃഷ്ടതയും അവിടുത്തെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയും ഞങ്ങളായിരിക്കുന്ന ആ സമൂഹം ഏൽപ്പിച്ചിരിക്കുന്ന, ആ അന്തരീക്ഷം ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവ് സാഹചര്യങ്ങളെയും ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതേ കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യുക സാധ്യമല്ല. നീ ഞങ്ങളെ നയിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ വിജയിക്കത്തില്ല. ഇസ്രായേൽ പറയട്ടെ, യഹോവ ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. എത്തിപ്പെടേണ്ട കാനാൻ ദേശത്ത് ഞങ്ങൾക്ക് എത്തുവാൻ സാധിക്കത്തില്ല. മനുഷ്യന് ആവശ്യമായിട്ടുള്ളതാണ് ദൈവത്തിന്റെ കൃപ. മാൻ കനോട്ട് ലീവ് വിത്ത് ബ്രെഡ് അലോൺ. ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ വഴിനടത്തലും ദൈവത്തിന്റെ സഹവാസവും ദൈവമേ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്ന കർത്താവേ, നിന്റെ മനോഭാവം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതെ സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവാനും, ദൈവ ഭവനത്തിൽ എന്നുമായിരിക്കുവാനും, ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്ന, അതനുസരിച്ച് മനോഭാവങ്ങളെ നിയന്ത്രിക്കുന്ന നല്ല മക്കളായിരിക്കുവാനായിട്ട് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ. നന്ദി. നമസ്കാരം.